സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ 7 ജില്ലകളിലെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ 7 ജില്ലകളുടെ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ, അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ, ചെറിയൊരു സംഘർഷം മലപ്പുറം ജില്ലയിൽ ഉണ്ടായതൊഴിച്ചാൽ വലിയ സംഘർഷങ്ങളൊന്നും കലാശക്കൊട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ 7 ജില്ലകളിലെ പോളിംഗ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് എറണാകുളത്താണ്. 70.14 70.14% അവിടെ പോളിംഗ്. അപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് പൊതുവെ ഇപ്പോൾ 7 ജില്ലകൾ നടന്ന മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ 7 ജില്ലകൾ ബാക്കിയുണ്ട്. അത് മറ്റന്നാൾ വ്യാഴാഴ്ചയാണ് ബാക്കിയുള്ള 7 ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും എല്ലാ മുന്നണികളും എന്താണ്, LDF-ഉം UDF-ഉം വിജയപ്രതീക്ഷ നല്ലതുപോലെ വെച്ച് പുലർത്തുന്നുണ്ട്. BJP നേതൃത്വം കൊടുക്കുന്ന NDA-യും ചില സ്ഥലങ്ങളിൽ അവർക്ക് മേൽക്കൈ കിട്ടുമെന്നൊക്കെ അവരും പറയുന്നുണ്ട്. എന്തായാലും കാര്യമായ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞേ പറയാനൊക്കെ ഉള്ളൂ. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എറണാകുളം ജില്ലയിലാണ്, 70.1. ഇടുക്കി ജില്ലയിൽ 66.22% നടന്നതായിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. കോട്ടയത്ത് 66.58% ഇതുവരെ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് നടന്നിരിക്കുന്നത്. 63.22% പത്തനംതിട്ട ജില്ലയിൽ നടന്നിരിക്കുന്നത്. ആലപ്പുഴ അതിനേക്കാളേറെ മെച്ചമാണ്. എറണാകുളത്തിൻ്റെ തൊട്ട് താഴെ ആലപ്പുഴയാണ് നിൽക്കുന്നത്. 69.35% പേരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം 66%, 66.1 കാണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് വളരെ മോശപ്പെട്ട ഇത് നടന്നിരിക്കുന്നത്. 62.56% തിരുവനന്തപുരം ജില്ലയിൽ നടന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. UDF-ന് മേൽക്കൈ കിട്ടുമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഏതായാലും അവർ ആഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ആർക്കാണ് ഇപ്പോൾ ഇനി LDF-ഉം വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. BJP-യാണ് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന. BJP-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂരും അവർ പിടിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, നമുക്ക് വ്യാഴാഴ്ച കഴിഞ്ഞ് നമുക്ക് എന്തും പറയാൻ കഴിയുള്ളൂ. വ്യാഴാഴ്ചത്തെ ഇലക്ഷനും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, അങ്ങനെ 7 ജില്ലകളിലാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതെന്ന് പറയുന്നത് പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, തൃശ്ശൂർ, വയനാട്. അപ്പോൾ ഈ 7 ജില്ലകളുടെ കൊട്ടിക്കലാശം ഇന്ന് കഴിഞ്ഞു. അപ്പോൾ വ്യാഴാഴ്ചയാണ് അവിടുത്തെ പോളിംഗ് നടക്കുന്നത്. എന്തായാലും ശരി, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു മുന്നോടിയായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിൽ മേൽക്കൈ ആർക്ക് കിട്ടും? അവർക്ക് മിക്കവാറും കേരള ഭരണം കിട്ടാനാണ് സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയത്തെ ഇങ്ങനെ നുള്ളിക്കീറി പ്രവചനം നടത്തുന്നവരും അതിനെ വിലയിരുത്തുന്നവരും രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നവരും എല്ലാം പറയുന്നത്. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ ജനാധിപത്യ പ്രക്രിയയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഇലക്ഷനാണ്, അതായത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ അട്ടിമറിക്കാതെ നടന്നു കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥലത്ത് പോളിംഗ് നടക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ LDF-ന് കുത്തുന്നതെല്ലാം BJP-ക്കാണ് പോയത്. ഇത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ അതോ ബൈ ചാൻസിന് തെറ്റി വന്നതാണോ എന്ന് പറയാനില്ല. അപ്പോൾ തിരുവനന്തപുരം, നമ്മളെ കേരളത്തിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ LDF-ന് കുത്തിയ വോട്ട് BJP-ക്ക് പോയി. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അപ്പോൾ ആർക്ക് കുത്തിയാലും BJP-ക്ക് പോകുന്ന ഈ മെഷീനുകളാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇത് നടക്കില്ല, തമിഴ്നാട്ടിൽ നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വടക്കൻ
സംസ്ഥാനങ്ങളിലുള്ള ഈ ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ ഏതെല്ലാം രീതിയിലാണ് മോഡിയും കൂട്ടരും പറ്റിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതായത് LDF കുത്തുമ്പോൾ BJPക്ക് വോട്ട് പോകുക എന്ന് പറയുന്നത് അവിടെയുള്ള സാധാരണക്കാരനായ ജനങ്ങൾ അതൊന്നും നോക്കൂലല്ലോ. പാവങ്ങളല്ലേ, അവർക്ക് വലിയ വിദ്യാഭ്യാസം വിവരമില്ലാത്തത്. അപ്പൊ അങ്ങനെയാണ് ഈ ബീഹാറിലായിരുന്നാലും UP-യിലായിരുന്നാലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇവര് കറക്റ്റിന് നേരത്തെ തീരുമാനിക്കും. ഇത്ര സീറ്റ് ഇന്ന പാർട്ടിക്ക്, ഇത്ര സീറ്റ് ഇന്ന പാർട്ടിക്ക്. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കോൺഗ്രസിന് കൊടുക്കരുത്, കോൺഗ്രസ് മുന്നണിയിലുള്ള ബാക്കി പാർട്ടികൾക്ക് ഇത്ര സീറ്റ്. അത് അവർ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചാണ് ഈ പോളിംഗ് മെഷീനുകളെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരി, ഇതൊന്നും കൂടുതലായാലും നിലനിൽക്കുന്നതല്ല. ബാലറ്റിലോട്ട് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാവും. എന്തായാലും രാഷ്ട്രം പുരോഗമിക്കുന്നതിനനുസരിച്ച്, ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച്, ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് അതിൽ ആകാൻ വേണ്ടിയാണ് ഈ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത്. അത് ഇങ്ങനെ ഈ BJPക്കാർ ചതിക്കുമെന്ന് കോൺഗ്രസോ ഇത് നടപ്പാക്കിയ കോൺഗ്രസോ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ വിജ്ഞാനമുള്ള ബാക്കിയുള്ള ആളുകളോ ഒന്നും വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഇതൊരു അനുഭവമാണ്, ഇതൊരു പാഠമാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കി വെക്കണം. BJPയെ പോലുള്ള ഈ വർഗീയ ഭീകരന്മാര് തന്നെ പറയണം. കാരണം ഈ ഇന്ത്യയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി, ജനങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കി, ജനങ്ങളുടെ അസ്വസ്ഥരാക്കി, ഭീതിപ്പെടുത്തുക, ജനങ്ങളെ ഭീതിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിയിലാക്കുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നാലും ശരി, ഇവിടെയുള്ള സിവിൽ സർവീസ് ആയിരുന്നാലും ശരി, കോടതികളായിരുന്നാലും ശരി, ജഡ്ജിമാരെ ആയിരുന്നാലും ശരി, ആരെയായിരുന്നാലും അവർ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വാഗ്ദാനങ്ങൾ നടത്തും. എങ്ങനെയായാലും വീണു പോകുന്ന ഒരു പരിസ്ഥിതിയാണ് ഇന്ത്യയിൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ജനാധിപത്യ മതേതരത്വത്തെ വികലമാക്കാൻ വേണ്ടി BJPയും അവരുടെ പിണിയാടികളും സംഘപരിവാറുകാരും അതിനെ തുണയ്ക്കുന്ന ഈ കൃസംഗികളും എന്ത് ചെറ്റത്തരവും കാണിക്കും. അതിനെ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയും നമ്മളെപ്പോഴും വിജിലൻ്റായി ഇതിനെ നമ്മൾ നേരിടുകയും ചെയ്യണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.